ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. നിങ്ങളൊരു ഡാർക്ക് അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ടോൺ ഉള്ള ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. നമുക്ക് ചേരുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് കണ്ടുപിടിക്കുക ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്ക് ചേരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടാലോ? ഞാനിത് കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്ത് എൻ്റെ സ്കിൻ ടോൺ മാച്ചാവുന്ന കുറേയൊക്കെ നോക്കി അങ്ങനെ എൻ്റെ ഷെയ്ഡ് ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു പൗച്ചിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ് ഇതൊക്കെ. അത്രയ്ക്കും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ഇതാണ് ആ പൗച്ചെന്ന് പറയുന്നത്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, എവിടെ പോയിരുന്നാലും ഉണ്ടായിരിക്കും. കാരണം എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കൺസീലറാണ്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഫുൾ കവറേജ് ഓറഞ്ച് കറക്റ്ററാണ്. ഇതിനകത്ത് 10 ഗ്രാമാണ് ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കൺസീലറാണ് കേട്ടോ. ഇത് അത്രയ്ക്കും നമ്മുടെ സ്കിൻ ടോണിന്, നമ്മുടെ ഡാർക്ക് സ്കിൻ ടോണിന് ഭയങ്കരമായിട്ട് സ്യൂട്ടാവും. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 09 ഓറഞ്ച് കറക്റ്റർ എന്നാണ് ഇതിലുള്ളത്. പിന്നെ ഈ കൺസീലറിനെ കുറിച്ച് പറയാനാണെങ്കിലും ഒരു അടിപൊളി കൺസീലറാണ്. ഒരു തരക്കേടില്ലാത്ത കവറേജ് നമുക്ക് നൽകും. തരക്കേടില്ലാത്തെന്നുള്ള ഒരു ഫുൾ കവറേജാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഫുൾ കവറേജ് തരുന്ന ഒരു കൺസീലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്ന ക്രീസ് റെസിസ്റ്റൻ്റ് ആണ്, ഈസിലി ബ്ലെൻഡബിൾ ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഇംപെർഫെക്ഷൻസിനൊക്കെ കറക്റ്റ് ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് യൂസ് ആവും. ഡാർക്ക് സർക്കിൾസൊക്കെ നന്നായിട്ട് കവർ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, ബ്ലെമിഷസ് അതൊക്കെ നന്നായിട്ട് കവർ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണ്ണിൽ മാത്രം ഇടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അപ്പുറത്തുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ട് അതൊക്കെ അങ്ങ് മാഞ്ഞു പോയതുപോലെ നമുക്ക് ഫീലാവും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 249 ആണ്, അതായത് 249 രൂപയാണ്. എനിക്ക് 25% ഓഫോട് കൂടി 187 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കറൻ്റ്ലി ഇത് ഇപ്പോൾ സ്റ്റോക്ക് പർപ്പിളിൽ ഇല്ല എന്നാണ് തോന്നുന്നത് ഞാൻ നോക്കിയപ്പോൾ. എന്തായിരുന്നാലും ഞാൻ എൻ്റെ ബയോയിൽ ഇതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബയോയിൽ ലിങ്ക് ട്രീ ഉണ്ടാവും, അതിനകത്ത് ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു 4.3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ പർപ്പിളിൽ ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടെയാണ്. ഞാനതിന് നോസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഭയങ്കരമായിട്ട് ഹൈഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ചീക്കിലൊക്കെ ഉള്ള റെഡ് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവറാവും. എനിക്കിപ്പോൾ എൻ്റെ ഒരു ചീക്കിൻ്റെ സൈഡിൽ ഒരു കാക്കപ്പുള്ളിയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയും കൂടെ ഒന്ന് നന്നായി വൃത്തിക്ക് അത് കാണാൻ പറ്റും, അവിടെയും കൂടെ ഞാനൊന്ന് ഇട്ട് കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം കവറേജ് നൽകുന്നു എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാവും. പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു തോന്നിയത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. അത് ഇവരിതിൽ മെൻഷനും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കുറേ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഇതാവുന്നുണ്ട്. പക്ഷേ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഡേ ത്രൂ ഔട്ട് നമുക്കത് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നമ്മുടെ സ്കിൻ ടോണിനൊക്കെ ഭയങ്കര മാച്ച് ആവുന്ന നല്ലൊരു കൺസീലറാണ്. ഈ ഒരു പൈസയ്ക്ക് ഇത് വർത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് 200-ന് താഴെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറാണ്. ഗൈസ്, ഇത് ഫസ്റ്റ് പറയേണ്ട കാര്യമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ പ്രൈമർ കാണിച്ചില്ലല്ലോ എന്ന്. പ്രൈമർ ശരിക്കും പറഞ്ഞാൽ സ്കിൻ ടോണായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുകൂടെ പറയാം എന്ന് കരുതി. ഓക്കെ, അപ്പം ഈ പ്രൈമർ വന്നിട്ട് നിങ്ങൾ ഒത്തിരി ആഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും അങ്ങനെ ആഡ് കണ്ടിട്ട് തന്നെയാണ് മേടിച്ചത്. അപ്പോഴെനിക്ക് വലിയ പ്രതീക്ഷയൊന്നും വെച്ചുകൊണ്ട് മേടിച്ച സാധനമൊന്നുമല്ല. പക്ഷേ അടിപൊളി സംഭവമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഒരു യെല്ലോയിഷ് ഗോൾഡൻ ഗ്ലോ ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളറിന് നമുക്ക് ഇട്ട് കഴിയുമ്പോഴും എന്താ പറയേണ്ട, ഒരു ഗോൾഡൻ ഗ്ലോ ഒക്കെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു ഗ്ലോയി ഫേസ് നൽകും. ഗ്ലോയി സ്കിൻ നൽകും. പിന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ നൽകും. അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്താവും. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് പേര് ഞാൻ പറയണ്ടല്ലോ, NYBയുടെ 4-in-1 ബ്രൈറ്റനിങ് പ്രൈമറാണ് കേട്ടോ. ഇത് 15 ഗ്രാമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസിന് ഇത് ഭയങ്കര ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പ്രോഡക്റ്റ് കുറച്ചേ ഉള്ളൂ, ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ 195 റുപ്പീസേ ഉള്ളൂ, അതാണ് വേറൊരു കാര്യം. കാരണം 260 ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. 25% ഓഫോടുകൂടി എനിക്ക് 195-നാണ് ഇത് കിട്ടിയത്. 4.1 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. എന്തായിരുന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റാണ്, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി.
നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് എനിക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇതും നിങ്ങൾ ഒത്തിരി ആഡൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താ പറയണ്ടേ, അത്രയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. എൻവൈബയുടെ 3-in-1 സെറം ഫൗണ്ടേഷനാണ്. ഇതിനകത്ത് 3 സാധനങ്ങളുണ്ട്. പ്രൈമറുണ്ട്, ഫൗണ്ടേഷനുണ്ട്, സെറം ഉണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ പ്രൈമർ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇതിടുമ്പോൾ തന്നെ അത് പ്രൈമറിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, സെറം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കൊരു ഗ്ലോയി കൊറിയൻ ലുക്കൊക്കെ നൽകും ഈ ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും. ഞാൻ വൺ സൈഡ് മാത്രം ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. രണ്ട് ഇതെന്താണ്, നമ്മുടെ സ്കിൻ ഈ ഷെയ്ഡ് വന്നിട്ട് 14 വാം ഹണി, അതാണ് ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത്. 30 ml ആണ് ഇതിനകത്തുള്ളത്. എന്താ പറയണ്ടേ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആവും. അത് കുറേ നേരം മീൻസ് ഇങ്ങനെ നമ്മൾ മോർണിംഗ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ എവിടെയാണോ പോകുന്നത് അത് കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുന്നവരെ ആ ഒരു ഗ്ലോ അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ മനസ്സിലാകത്തില്ലേ, ഭയങ്കര ഒരു ഗ്ലോ ഒക്കെ നമ്മൾ ഈ ഹൈലൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തെ ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഫൗണ്ടേഷനാണ്. പിന്നെ ഇതിൽ വൈറ്റമിൻ ഇയുടെയൊക്കെ കണ്ടൻ്റ് ഉണ്ട്. പിന്നെന്താണ്, ഫുൾ കവറേജ് നൽകും. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 329 ആണ്. എനിക്ക് ഓഫറിൽ 236 ഇത് കിട്ടിയത്. എന്തായിരുന്നാലും നല്ലൊരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നന്നായിട്ടിപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് സ്യൂട്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അടുത്ത് ഇനി എന്താണെന്നല്ലേ, ഇത്രയും നേരം ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കണ്ണാടിയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അടുത്ത പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് നമ്മുടെ ഏതിൻ്റെയാണ്, ഫേസ് സ്കാനഡയുടെ കോമ്പാക്ട് പൗഡറാണ്. ഇതും എൻ്റെ കറക്റ്റ് എക്സാക്റ്റ് എൻ്റെ ഷെയ്ഡിലുള്ള ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൻ 04 ആണ്. വെയ്റ്റ്ലെസ് സ്റ്റേ മാറ്റ് ഫിനിഷ് കോമ്പാക്ട് പൗഡറാണിത്. 9 ഗ്രാമാണ് ഇതിലുള്ളത്. ഇതിൽ SPF 20 അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്, നമുക്കൊരു നോൺ ഓയിലി മാറ്റ് ലുക്കൊക്കെ നൽകും. അതായത് നമ്മളിപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഡ്യൂയി ലുക്കായിരിക്കും, ഒരു ഓയിലി ലുക്കായിരിക്കും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നല്ലൊരു മാറ്റ് ഫിനിഷ് നമുക്ക് നൽകും. ഇപ്പം ഞാൻ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് എത്രത്തോളം മാറ്റ് ഫിനിഷ് നമുക്ക് നൽകുമെന്ന്. അത്രയ്ക്കൊരു മാറ്റ് ഫിനിഷ് നൽകും. അപ്പോൾ നമ്മുടെ ബാക്കി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതൊക്കെ അതൊക്കെ ഇങ്ങനെ ലോക്കാക്കിയിട്ട് ആ ഒരു ഫുൾ ഡേ ത്രൂ ഔട്ട് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളും. ഓയിലിനെ കൺട്രോൾ ചെയ്യും. പിന്നെ ഭയങ്കര ഒരു ബ്രൈറ്റനിങ് ഒക്കെ തരും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 225 ആണ്. എനിക്ക് 27% ഓഫിൽ 165 ഇത് കിട്ടിയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് പ്രൈസ് ഇറ്റ് വാസ് എന്താ പറയണ്ടേ, അമേസിങ് പ്രോഡക്റ്റ് എന്നേ പറയാൻ പറ്റൂ. 4.1 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് മാർസിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെറിയൊരു യൂസ് അല്ല, ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പാലറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിൻ്റെ പേര് വന്നിട്ട് മാസ് ഡാൻസ് ഓഫ് ജോയ് ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഞാൻ ഐ ഷാഡോയ്ക്ക് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഇതുകൊണ്ട് ഞാൻ ഐ ഷാഡോ ചെയ്യാറുണ്ട്, പിന്നെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്, ബ്ലഷും ഒക്കെ ഇതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്ത സ്ഥിതിക്ക് ഞാൻ നോർമലി ഐ ഷാഡോ അങ്ങനെ വല്ലാതായിട്ട് ഇടത്തില്ല. എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ഷെയ്ഡ്, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് തന്നെ ഭയങ്കര ലൈറ്റായിട്ടൊക്കെ ഞാൻ ഇടാറുള്ളൂ. ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ കണ്ണിൽ ഇത് കാണത്തില്ല. പിന്നെ ഞാൻ സ്പെക്സൊക്കെ വെക്കുന്നതുകൊണ്ട് കാണത്തില്ല. എന്നിരുന്നാലും ഇപ്പം ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിച്ചു തരണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇടുകയാണ്. ഇതിനകത്ത് 12 ഷെയ്ഡ്സാണുള്ളത്. 6 ഷിമ്മറിങ് ഷെയ്ഡ്സാണുള്ളത്, 6 അല്ലാത്തൊരു മാറ്റ് ഷെയ്ഡാണുള്ളത്. അപ്പോൾ ഞാനൊരു മാറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഫസ്റ്റ് കണ്ണിലിട്ടിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഷിമ്മറിങ് ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു ഷിമ്മറിങ് ഷെയ്ഡ് എടുത്തിട്ട് നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഹൈലൈറ്ററുണ്ട്. ഹൈലൈറ്ററല്ല, ഐ ഷാഡോ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഞാനത് ഹൈലൈറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഇച്ചിരി ഗ്ലിറ്ററിങ് ഉള്ളതാണ്. അതൊന്നും എടുത്തിട്ട് ഞാനതിങ്ങനെ എൻ്റെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. അതിന് ഇവിടെ ചീക്കിൻ്റെ മുകളിലായിട്ട് അവിടെ ഇടുന്നുണ്ട്, 2 സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുരുകത്തിൻ്റെ താഴത്തും കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ അതിൽ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലഷും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഇടണമെന്ന് തോന്നുമ്പോൾ ഇത് തന്നെയാണ് എടുത്തിരുന്നത്. പ്രത്യേകിച്ച് വേറൊരു ബ്ലഷിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ഇത് തന്നെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്.
ഇതെന്ന് പറയുന്നത്. എന്തായിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതിനകത്ത് എന്താ പറയുന്നത് 10 ഗ്രാം എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ല 13.2 ഗ്രാമാണ് ഇതിൻ്റെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രൈസിന് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 299 ആണ്. ഓഫറിൽ എനിക്ക് 269 ഇതിനെനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്തിന് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഇൻസൈറ്റ് കോസ്മെറ്റിക്സ് ഗ്ലൈഡ് ഓൺ ലിപ്പ് ലൈനർ എന്നാണ്. കുഴപ്പമില്ല, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, എങ്കിലും നല്ലൊരു ലിപ്പ് ലൈനറാണ്. ഞാൻ ഇപ്പോൾ ഇതെന്തിനാണ് ചുണ്ടിലെടുത്തിരുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ആ സെയിം ഷെയ്ഡാണ്, എക്സാക്റ്റ് ആ ഷെയ്ഡാണ് ഈ ലിപ്പ് ലൈനറിനുള്ളത്. നമ്മൾ കോൺട്രാസ്റ്റ് കളർ എന്തെങ്കിലും ലിപ്സ്റ്റിക്ക് വെച്ച് ഇത് എന്താണ് ചെയ്യുന്നതായിരിക്കും ഈ ലിപ്പ് ലൈനറിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇതിപ്പോൾ സെയിം കളറായതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ലിപ്സ്റ്റിക്കുമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. കാരണം പക്ഷേ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്നാലും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. പിന്നെ എന്താ പറയണ്ടേ, ഒരു സെമി മാറ്റ് ഫിനിഷാണ് ഇത് നൽകുന്നത്. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ റേറ്റിലുള്ള ഒരു സംഭവമാണ്. കാരണം ഇതിന് പ്രൈസ് വന്നിട്ട് 76 റുപ്പീസേ ഉള്ളൂ. 80 റുപ്പീസാണ് എനിക്ക് ഓഫറിൽ 76 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തില്ലെങ്കിലും ഈ സാധനം ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. അത്രയ്ക്കും അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ഭയങ്കരമായിട്ട് മാച്ച് ആവുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണിത്. ഇത് എൻവൈബയുടെ കൺഫെഷൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സ്നോ ഫ്ലാഗ് കിസസ് 8 ആണ്. ഇതിനകത്ത് 4.5 ml ആണ് ഇതിനകത്തുള്ളത്. നമുക്കൊരു മാറ്റ് ഫിനിഷ് നൽകും. വാട്ടർ പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഭയങ്കര ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് എല്ലാ ഷെയ്ഡുകാർക്കും നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് കൂടെയാണ്. ഞാനിത് മോർണിംഗൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഈവനിങ് വരെ അങ്ങനെ തന്നെ അത് നിൽക്കും, ഒന്നും ചെയ്യത്തില്ല. ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 299 ആണ്. എനിക്ക് 35% ഓഫോട് കൂടി 194 കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾ എന്താ പറയണ്ടേ, എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മെറൂൺ കളർ ഷെയ്ഡാണ് അതിനുള്ളത്. ഇനി അടുത്ത് ഇത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പറയത്തില്ല, കാരണം ഇതൊട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് തന്നെ പോകും. മറ്റേ കളർ പോലത്തെ സെയിം കളറൊന്നും, എക്സാക്റ്റ് ആ കളറൊന്നും അല്ല. ഇത് ഇച്ചിരി കൂടെ ഡീപ്പായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിപ്പൊക്കെ ഭയങ്കരമായിട്ട് കറുത്ത് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളാരെങ്കിലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയണം കേട്ടോ. എനിക്കത്ര ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് മറ്റേതാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനം കേട്ടോ. ഇനി അടുത്ത് എന്താ ഉള്ളത്? ഇനി ഒന്നുമില്ല. ഇനി ആ പൗച്ചിനകത്തുള്ള 2 സാധനം കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ നിർത്താം. ഇത് എൻവൈബയുടെ തന്നെ ഒരു കാജലാണ്. കൊള്ളാം, നല്ലതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നമുക്ക് കുറേ നേരം നിൽക്കും. പിന്നെ ഒരു ഐടെക്സിൻ്റെ ഒരു കാജൽ കൂടെ ഉണ്ട്. ഇത് രണ്ടും ഞാൻ ആ പൗച്ചിനകത്ത് ഇട്ടേക്കും. എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഐടെക്സിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട് കണ്ണിൽ, അത് കാരണം 2 വിട്ട് കാണിച്ചു തരുന്നില്ല. ഐടെക്സിൻ്റെ അറിയാമല്ലോ, അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പെട്ടെന്ന്. പക്ഷെ മറ്റത് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി എന്തായിരുന്നാലും ഞാൻ ഇത്രയും ചെയ്തതല്ലേ എന്ന് കരുതിയിട്ട് ഒരു ഐലൈനറും കൂടെ എഴുതി ഇതങ്ങ് നിർത്താം. ആ ഒരു മേക്കപ്പ് ലുക്കും കൂടെ അങ്ങ് നിർത്താം. അതുകൊണ്ട് ഞാനൊരു സാധാ ഒരു ഡയസലറിൻ്റെ ഐലൈനർ എടുത്തിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്ക് എൻ്റെ ബയോയിലുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളെപ്പോലെ ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് പ്രോഡക്ട്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അവിടെ ഒരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ.